കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. ഇതിനോടകം തന്നെ കേരളത്തിലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും അല്ലെങ്കിൽ ആർക്കാണ് മുൻതൂക്കം എന്നത് സംബന്ധിച്ച് നിരവധി അഭിപ്രായ സർവേകൾ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാത്തിലും UDF-നാണ് മുൻതൂക്കം പ്രവചിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഏജൻസിയായ ലോക് പോൾ അവരുടെ അഭിപ്രായ സർവേയുടെ ഫലം ഇന്നലെ പുറത്തുവിട്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ തന്നെ വളരെയധികം വിശ്വാസ്യതയുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്, സ്വകാര്യ ഏജൻസിയാണ് ലോക് പോൾ എന്ന് പറയുന്നത്. മുൻപ് കർണാടകയിലെയും തെലങ്കാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം സംബന്ധിച്ച അഭിപ്രായ സർവേകൾ അവരുടെ യാഥാർത്ഥ്യമായിട്ട് ഭവിച്ചിരുന്നു. മാത്രവുമല്ല 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും വളരെ കൃത്യമായിട്ട് പ്രവചിക്കുന്നതിന് ലോക് പോളിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവരുടെ മുൻകാല ചരിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ അവരുടെ പ്രവചനങ്ങളൊക്കെ തന്നെയും വിശ്വാസയോഗ്യമാണ്. നമുക്ക് വിശ്വസിക്കാൻ പര്യാപ്തമായിട്ടുള്ള കാര്യങ്ങളാണ്, തെളിവുകളാണ്, അല്ലെങ്കിൽ വിശദാംശങ്ങളാണ് അവരുടേത് എന്ന് നമുക്ക് മുന്നിൽ രേഖകൾ ഉണ്ട്, ചരിത്രമുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ പുറത്തു വന്ന ലോക് പോളിന്റെ സർവേയിൽ UDF-ന് വലിയ രീതിയിലുള്ളൊരു വിജയം ഉണ്ടാകുമെന്നാണ് പ്രവചിക്കുന്നത്. വോട്ട് ശതമാനം നോക്കുകയാണെങ്കിൽ UDF-ന് 43 മുതൽ 45% വരെ വോട്ടുകൾ ലഭിക്കും എന്നാണ് ലോക് പോളിന്റെ സർവേയിൽ പറയുന്നത്. അതായത് UDF-ന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് ഈ വോട്ട് ഷെയറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDF-നെ സംബന്ധിച്ച് 39 മുതൽ 41% വരെയാണ് അവർക്ക് പ്രവചിക്കുന്ന വോട്ട് ഷെയർ എന്ന് പറയുന്നത്. NDA-ക്ക് 13 മുതൽ 15% വരെ വോട്ടുകൾ ലഭിക്കും, മറ്റുള്ളവർക്ക് 2 മുതൽ 3% വരെ ലഭിക്കുമെന്നും ലോക് പോളിന്റെ സർവേയിൽ പറയുന്നുണ്ട്. അതായത് UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒരു വ്യത്യാസം, 4% വോട്ടുകളുടെ ഒരു വ്യത്യാസം UDF-ഉം LDF-ഉം തമ്മിൽ ഉണ്ടാകും. അത് UDF-ന് 4% വോട്ടുകളുടെ ഒരു മേൽക്കൈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ഇനി ഈ വോട്ട് ഷെയർ അത് സീറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ UDF ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടും എന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. സർവേ പ്രകാരം UDF-ന് 81 മുതൽ 86 വരെ സീറ്റുകൾ ലഭിക്കും എന്നാണ് പ്രവചനം. അതായത് വലിയ രീതിയിലുള്ള ഒരു വിജയം. കഴിഞ്ഞ തവണ വെറും 42 സീറ്റുകളിൽ ഒതുങ്ങിയ ഒരു മുന്നണി അതിൽ ഇരട്ടിയിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് എത്തും എന്നാണ് ഈ സർവേ പ്രവചിക്കുന്നത്. ഒപ്പം തന്നെ LDF-ന്റെ സീറ്റ് നിലവിൽ 98 സീറ്റുകളാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്വന്തമാക്കിയത്. എന്നാൽ അത് 51 മുതൽ 56 വരെ എന്ന നിലയിലേക്ക് ചുരുങ്ങും എന്നാണ് ലോക് പോളിന്റെ സർവേ പറയുന്നത്. വലിയൊരു തിരിച്ചടി LDF-ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് പറയുന്നു. NDA-യെ സംബന്ധിച്ച് അവർക്ക് 0 മുതൽ 2 വരെ സീറ്റുകൾ, അതായത് പരമാവധി അവർക്ക് 2 സീറ്റുകളാണ് പ്രവചിക്കുന്നത്. അതേസമയം അവർക്ക് സീറ്റുകളൊന്നും ലഭിക്കാതെയും ഇരിക്കാം. അതായത് അവർക്ക് മിനിമം പ്രവചിക്കുന്ന സീറ്റ് 0ആണ്. അതുകൊണ്ട് ഒന്നും ലഭിക്കാതെ ഇരിക്കാം. പരമാവധി അവർക്ക് 1 or 2 സീറ്റുകൾ വരെ ലഭിക്കാമെന്നും സർവേ പറയുന്നുണ്ട്. മറ്റുള്ളവർക്കൊന്നും സീറ്റുകൾ ലഭിക്കുകയില്ല എന്നുമാണ് ലോക് പോളിന്റെ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ സർവേയിൽ അവർ കണ്ടെത്തിയ പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് മാറുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കള്ളോ ഒപ്പം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള കൊള്ളയും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഒപ്പം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ, ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ അഴിമതിയും എല്ലാം തന്നെ LDF-നെ വിശ്വാസ്യതയെ ഇല്ലാതാക്കി എന്ന് ഈ സർവേ പറയുന്നു. ഒപ്പം തന്നെ അത് ഈ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ LDF-ന്റെ സ്വീകാര്യത ഇല്ലാതാക്കുന്നു. നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരൊക്കെ തന്നെ LDF-നെ കൈയൊഴിയാൻ അതൊരു കാരണമാകും എന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം അത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണമാണ്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ അത് വലിയ രീതിയിൽ LDF-ന് തിരിച്ചടിയാകുമെന്ന് പറയുന്നു. CPM-നൊപ്പം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നിലകൊള്ളുന്ന AP സമസ്ത വിഭാഗം അവര് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് CPM-ഉമായിട്ട് അകൽച്ച പാലിക്കുകയാണ്. അവരെ മുസ്ലിം ലീഗുമായിട്ട് അടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വലിയ രീതിയിൽ CPM-ന് തിരിച്ചടിയാകും. LDF-ന് വടക്കൻ കേരളത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാക്കും എന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ മറ്റൊരു ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഏകീകരണവും UDF-ന് അനുകൂലമായിട്ട് മാറും. അത് മധ്യ കേരളത്തിൽ സീറോ മലബാർ സഭയുടെ ലത്തീൻ കത്തോലിക്ക വിഭാഗങ്ങളുടെയും ഒക്കെ തന്നെ ഒരു ഏകീകരണം
അതും UDF-ന് അനുകൂലമായിട്ട് ഭവിക്കും എന്നാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഈ പറയുന്ന പോലെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ അഴിമതി, ഒപ്പം തന്നെ ഭരണത്തിലെ കെടുകാര്യസ്ഥത, ഇതൊക്കെ തന്നെയും ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വീകാര്യത ലഭിക്കാൻ കാരണമായിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ ആ ആരോപണം LDF സർക്കാരിന്റെ ഈ ജനക്ഷേമ പദ്ധതികൾ, ഏറ്റവും അവസാനമൊക്കെ തന്നെ പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികൾ, അതിനെയൊക്കെ തന്നെ മുക്കിക്കളഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണങ്ങൾ അത് ഉയർന്നു നിൽക്കുന്നു. അതും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ UDF-നുള്ളിലെ ഐക്യം, ടീം UDF എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നത് UDF-ന് വലിയൊരു ഗുണകരമാകും. ഒപ്പം തന്നെ അവർക്ക് വോട്ട് ചോർച്ച തടയാൻ അവർക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ഒക്കെ തന്നെ ഫലം നോക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന ഒരു മുന്നേറ്റം അതവർക്ക് നിലനിർത്താൻ കഴിയുമെന്ന് ഇതിനകത്ത് വ്യക്തമാകുന്നുണ്ട്. കൂടാതെ അവരിലെ UDF-ൽ അനൈക്യമാണ് എന്നുള്ള നരേറ്റീവ്, അതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ, ഒരു ടീമായിട്ട് മുന്നോട്ട് പോകാൻ UDF-ന് സാധിക്കുന്നു. മറുവശത്ത് LDF-ൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ LDF-ലെ ഘടകകക്ഷികളായിട്ടുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉൾപ്പെടെയുള്ള പാർട്ടികളിലെ ഭിന്നതകള്, നേതൃനിരയിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ LDF-ന് വലിയ രീതിയിൽ തിരിച്ചടിയാകും എന്ന് ഈ സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള 4-5 ഘടകങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്നാണ് സർവേയിൽ പറയുന്നത്. ഇനി മേഖലകൾ തിരിച്ചുള്ള ഒരു കണക്കുകൾ നോക്കുകയാണെങ്കിൽ, വടക്കൻ കേരളത്തിൽ ഏതാണ്ട് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളാണ് വടക്കൻ കേരളത്തിൽ വരുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 ജില്ലകളിൽ UDF-ന്റെ ഒരു അപ്രമാദിത്വം ഉണ്ടാകും എന്നാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. വടക്കൻ കേരളത്തിൽ ഈ 5 ജില്ലകളിലായിട്ട് 48 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ 32 മുതൽ 36 വരെ സീറ്റുകൾ UDF സ്വന്തമാക്കുമെന്ന് സർവേ പറയുന്നു. LDF-ന് പരമാവധി 11 മുതൽ 16 വരെ സീറ്റുകളാണ് നേടാൻ സാധിക്കുക. NDA-ക്ക് വടക്കൻ കേരളത്തിൽ സീറ്റുകളൊന്നും തന്നെ ലഭിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ UDF-നെ സംബന്ധിച്ച് മലപ്പുറം ജില്ല, മലപ്പുറം, വയനാട് പോലെയുള്ള ജില്ലകൾ, അത് UDF-ന് തൂത്തുവാരാൻ കഴിയും എന്ന് സർവേ പറയുന്നു. അവിടെ UDF-ന് അനുകൂലമായിട്ട് മാറുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന്റെ ഒരു സ്വാധീനം, ഒപ്പം മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു ഏകീകരണം, വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാവുകയും ചെയ്യുന്നത് വടക്കൻ കേരളത്തിൽ വലിയ രീതിയിൽ LDF-നെ തകർച്ചയിലേക്ക് തള്ളിവിടുകയും UDF-ന് വലിയൊരു മേൽക്കൈ നൽകുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. മലപ്പുറത്തും വയനാട്ടിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ സ്വീപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സ്വാധീനം കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ മുന്നേറ്റം ഉണ്ടാക്കാനും UDF-ന് സഹായകരമാകും എന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ വടക്കൻ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഈ മലയോര മേഖലയിലെ കർഷകർ, അവർക്കിടയിലുള്ള ഒരു അസംതൃപ്തി, സർക്കാരിനോടുള്ള ഒരു വിപ്രതിപത്തി, പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെ മനുഷ്യ വന്യമൃഗ സംഘടനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ കാര്യക്ഷമമല്ലാത്തത്, അതൊക്കെ തന്നെ മലയോര മേഖലയിലെ കർഷകർക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതൊക്കെ തന്നെ LDF-ന് തിരിച്ചടിയാകും. UDF-ന് അത് ഗുണകരമായിട്ട് മാറുമെന്ന് സർവേ പറയുന്നു. LDF-നെ സംബന്ധിച്ച് അവർക്ക് കോഴിക്കോട്, കണ്ണൂർ പോലെയുള്ള ജില്ലകളിലെ അവരുടെ കോട്ടകളിൽ അവർക്ക് അവരുടെ മേധാവിത്വം നിലനിർത്താൻ കഴിയും എന്ന് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ കോഴിക്കോട്, കാസർഗോഡ് പോലെയുള്ള ജില്ലകളിലെ തങ്ങളുടെ കോട്ടകളിൽ BJP-ക്കും കാര്യമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അവിടെ അവർക്ക് ഒരു സീറ്റ് പോലും വിജയിക്കാൻ കഴിയില്ല എന്നും ഈ സർവേ പറയുന്നുണ്ട്. ഇനി മധ്യ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, മധ്യ കേരളത്തിൽ കോട്ടയം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളാണ് വരുന്നത്. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂര്, പാലക്കാട് എന്നിങ്ങനെയുള്ള 5 ജില്ലകളാണ് വരുന്നത്. മധ്യ കേരളത്തിലെ ഈ 5 ജില്ലകളിലായിട്ട് 53 സീറ്റുകളാണ് ഉള്ളത്. ആ 53 സീറ്റുകളിൽ UDF-ന് ഈ വടക്കൻ കേരളത്തിലേതുപോലെ തന്നെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന സർവേ പ്രവചിക്കുകയാണ്. UDF 30 മുതൽ 35 വരെ സീറ്റുകളിൽ മധ്യ കേരളത്തിൽ വിജയിക്കുമെന്ന് പറയുന്നു. LDF-ന് പരമാവധി 18 മുതൽ 23 സീറ്റുകൾ വരെയാണ് ഈ സർവേ പ്രവചിക്കുന്നത്. അതായത് കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ UDF-ന്റെ ഒരു മേധാവിത്വം, പ്രത്യേകിച്ചും തൃശ്ശൂർ ഒഴിച്ചു നിർത്തിയുള്ള ബാക്കി 4 ജില്ലകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ UDF-ന് കഴിഞ്ഞത്.
ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തൃശ്ശൂരിലും UDF അനുകൂലമായിട്ടൊരു മാറ്റം ഉണ്ടാക്കും. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് സിറോ മലബാർ സഭയുടെ ലത്തീൻ കത്തോലിക്ക വിഭാഗങ്ങളുടെ ഒക്കെ തന്നെ ഒരു വോട്ടുകളുടെ ഏകീകരണം, ആ സമുദായത്തിലെ വോട്ടുകളുടെ ഏകീകരണം UDF അനുകൂലമായിട്ട് മാറും. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മധ്യ കേരളത്തിലെ റബ്ബർ കർഷകരുടെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. മിനിമം താങ്ങുവില ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, കൂടാതെ ഈ പറയുന്ന പോലെ BJPയുടെ ഒരു ദേശീയ തലത്തിലെ ആന്റി ക്രിസ്ത്യൻ നിലപാട്, ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾ, അത് UDF അനുകൂലമായിട്ട് മാറുന്ന ഒരു ഘടകമാണ് എന്ന് പറയുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ, എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ UDFന്റെ ഒരു മുന്നേറ്റത്തിന്, ഒരു മേൽക്കൈ ഉണ്ടാകുന്നതിന് അത് കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എറണാകുളത്ത് ഈ പറയുന്ന 2020 BJPയുമായിട്ട് സഖ്യം ചേർന്നത് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല എന്നും സർവേ പറയുകയാണ്. അപ്പോൾ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും UDFനെ സംബന്ധിച്ച് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, തെക്കൻ കേരളത്തിൽ 4 ജില്ലകളാണുള്ളത്. അത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ 4 ജില്ലകളാണ്. ഈ 4 ജില്ലകളിലായിട്ട് ഏതാണ്ട് 39 നിയമസഭാ സീറ്റുകളാണ് ഉള്ളത്. തെക്കൻ കേരളത്തിൽ LDFന് ആശ്വാസകരമായ ഒരു ഫലമുണ്ടാകുമെന്നാണ് സർവേ പറയുന്നത്. LDFന് 19 മുതൽ 23 വരെ സീറ്റുകൾ അവിടെ ലഭിക്കുമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. UDFനെ സംബന്ധിച്ച് 13 മുതൽ 17 വരെ സീറ്റുകൾ അവിടെ നേടാൻ കഴിയും. BJP അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നത് ഈ തെക്കൻ കേരളത്തിലാണ്. അവിടെ 0 മുതൽ 2 വരെ സീറ്റുകൾ അവർക്ക് സാധ്യതയുണ്ട് എന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പോലെ തിരുവനന്തപുരം, കൊല്ലം പോലെയുള്ള ജില്ലകൾ സ്വാഭാവികമായിട്ടും LDFന്റെ സ്വാധീനമുള്ള ജില്ലകളാണ്. അവിടെ അവർക്ക് ഒരു നില അവരുടെ മെച്ചപ്പെടുത്താൻ കഴിയും. മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും സ്ഥിതിക്ക് വിഭിന്നമായിട്ട് തെക്കൻ കേരളത്തിൽ അവർക്ക് കാര്യമായിട്ട് ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവിടെയും അവർക്ക് തിരിച്ചടിയായി മാറുന്നത് ഈ പറയുന്ന പോലെ കർഷകരുടെയും കശുവണ്ടി തൊഴിലാളികളുടെയും ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ പ്രശ്നങ്ങളാണ്. അവർക്കിടയിൽ, ഈ വിഭാഗങ്ങൾക്കിടയിൽ സർക്കാരിനെതിരെ വലിയ രീതിയിലൊരു തരംഗമുണ്ട്. സർക്കാർ വിരുദ്ധ വികാരം അവർക്കിടയിലുണ്ട്. അത് UDFന് ഗുണകരമാകും. ഒപ്പം തന്നെ ശബരിമലയിലെ വിഷയങ്ങൾ, അത് ഈ പറയുന്ന പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിലെ കാര്യമായിട്ട് തന്നെ LDFനെ ബാധിക്കും. അതാണ് UDFന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവിടെ സഹായകരമായിട്ട് മാറുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ UDF നാമാവശേഷമായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഇത്തവണ 13 മുതൽ 17 വരെ സീറ്റുകൾ അവിടെ നേടാൻ കഴിയുമെന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അതിന് പ്രധാന ഘടകമായിട്ട് മാറുന്നത് ഈ പറയുന്ന പോലെ ശബരിമല, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളാണ്. ഒപ്പം തന്നെ കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, നെൽകർഷകരുടെ വിഷയങ്ങൾ ഉൾപ്പെടെ അവിടെ ചർച്ചയാകും, അവിടെ സ്വാധീനം ചെലുത്തുമെന്ന് പറയുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് അവർക്ക് സ്വാധീനമുള്ള ജില്ലകളിലൊന്നാണ് തിരുവനന്തപുരം. അവിടെ അവർക്ക് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അവർക്ക് അവിടെ പരമാവധി 1-2 സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞേക്കും എന്നും ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ UDFന്റെ ഒരു തരംഗം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന പ്രവചനമാണ് ലോക് പോൾ സർവേയും നടത്തുന്നത്. ഇതിനോടകം തന്നെ നേരത്തെ ഏതാണ്ട് 3ഓളം സർവേകൾ, അഭിപ്രായ സർവേകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ സർവേകളിലൊക്കെ തന്നെ UDF വിജയിക്കും എന്നാണ് പ്രവചനം വന്നിട്ടുള്ളത്. മറ്റൊരു സർവേ കൂടി UDFന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് പ്രവചിക്കുകയാണ്. അത് വളരെയധികം വിശ്വാസ്യതയുള്ള, ദേശീയ തലത്തിൽ തന്നെ വിശ്വാസ്യതയുള്ള ഒരു സ്വകാര്യ ഏജൻസിയുടെ സർവേ കൂടിയാണ്. ആ സർവേ UDFന്റെ വിജയം പ്രവചിക്കുമ്പോൾ അത് UDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. UDFനകത്തെ ഐക്യം അവർക്ക് ഗുണകരമായിട്ട് മാറുമെന്ന് ഈ സർവേയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നടക്കുന്ന പുതിയ യാത്ര ഉൾപ്പെടെ കഴിയുമ്പോൾ ആ UDFനകത്തെ ഐക്യം അത് കൂടുതൽ ശക്തമായും അത് ഊട്ടിയുറപ്പിക്കപ്പെടും. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയൊരു മുന്നേറ്റത്തിലേക്ക് നയിക്കും എന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. ആ സർവേ, തങ്ങളുടെ മുന്നേറ്റം പ്രവചിക്കുന്ന സർവേ UDFന് വലിയ ആത്മവിശ്വാസം നൽകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.